ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിനുള്ളിൽ ശാസ്ത്ര ലോകത്തിന് പോലും ഉത്തരം പറയാൻ കഴിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? സ്ഥലവും പേരും ഊരും നാടും ഒന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലുള്ള തിരുപ്പതി ശ്രീ വെങ്കിടാചലപതി ക്ഷേത്രത്തിലാണ്. ഒന്നു കൊടുത്താൽ 1000 മടങ്ങ് ധനവും ഐശ്വര്യവും തിരിച്ചു തരുന്ന നമ്മുടെയൊക്കെ തിരുപ്പതി വെങ്കിടാചലപതി സ്വാമി. ഭക്തർ എന്തിനാണ് ഒരു ദൈവത്തിന്, അതായത് വെങ്കിടാചലപതിക്ക് കോടാനുകോടി രൂപ കാണിക്കയായി സമർപ്പിക്കുന്നത്? അതിന്റെ പിന്നിൽ വളരെ ആകർഷണീയമായ ഒരു കഥയുണ്ട്. ശ്രീനിവാസൻ ആകാശദേവന്റെ മകളായ പത്മാവതി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കല്യാണത്തിന് ആവശ്യമായ സ്വർണമോ വിവാഹ വസ്ത്രങ്ങളോ വാങ്ങുന്നതിന് ഭഗവാന്റെ കയ്യിൽ സാമ്പത്തികം തികയാതെ വരും. അങ്ങനെയിരിക്കെ ഭഗവാൻ ശ്രീനിവാസൻ കുബേരദേവന്റെ അടുത്തെത്തുകയും ധനാധിപനായ കുബേരദേവന്റെ കയ്യിൽ നിന്ന് വിവാഹ ആവശ്യത്തിനുള്ള സ്വർണ്ണ നാണയങ്ങളും ധനവും കടമായി വാങ്ങും. അങ്ങനെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കരാർ, ഒരു ദിവ്യമായ കരാർ ശ്രീനിവാസ ഭഗവാനും കുബേരദേവനും തമ്മിൽ ഒപ്പിടുകയുണ്ടായി. വിവാഹ ആവശ്യങ്ങൾക്കായി കുബേര ഭഗവാനിൽ നിന്ന് വാങ്ങിയ കടത്തിന്റെ പലിശ മാത്രം കലിയുഗത്തിന്റെ അവസാനം വരെ അടച്ചു തീർക്കണം. കടത്തിന്റെ അസൽ തുക, അതായത് വാങ്ങിയ തുക അടുത്ത യുഗത്തിൽ തിരിച്ചു നൽകും, അതായത് സത്യയുഗത്തിൽ. ഇതാണ് തിരുപ്പതി വെങ്കിടാചലപതിയുടെ ദിവ്യകടം എന്നറിയപ്പെടുന്നത്. ഭക്തരീ കൊടുക്കുന്ന സഹായത്തിനും കാണിക്കയ്ക്കും പകരമായി ഭഗവാൻ ഭക്തരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പാദ്യവും എല്ലാം നൽകുന്നുവെന്നാണ് ഇവിടത്തെ വിശ്വാസവും. അത് തന്നെയാണ് പരമമായ സത്യവും.